പ്രിയപ്പെട്ടവരെ, കർക്കിടക മാസം അഥവാ രാമായണ മാസം എന്ന് പറയുന്നത് കേവലം ഒരു മാസത്തെ പോലെ നമുക്ക് പരിഗണിക്കാവുന്ന ഒന്നല്ല. കാര്യം ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ നമ്മുടെ രോഗശമനം, ദാരിദ്ര്യ ദുഃഖം, ഈശ്വരകൃപ ഇവയെല്ലാം നമുക്ക് മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഉണർവുകൾ നൽകുന്ന ഒരു കാലയളവാണ് കർക്കിടക മാസം എന്നർത്ഥം. ഈ സമയത്ത് ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കർമ്മങ്ങളിലൂടെ തന്നെ ഹൈന്ദവ വിശ്വാസികൾ മുന്നോട്ട് പോകണം. എങ്കിലായിരിക്കും ഈ മാസപുണ്യത്തെ നമുക്ക് കൃത്യമായിട്ട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ കർക്കിടക മാസത്തിൽ അതിൻ്റെ പൂർണ്ണതകളെല്ലാം നിർവഹിച്ചു എന്ന് കരുതുന്നവർ ധാരാളമാണ്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ തന്നെ അവർക്ക് കുറച്ച് പുണ്യം കിട്ടും. അതിൽ ഇതുവരെയ്ക്കും ചെയ്യാത്ത ചില കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ പുണ്യം ഇരട്ടിക്കും. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നവരെക്കാളും ഏറ്റവും നല്ലത് എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവർ തന്നെയാണ്. എന്നാൽ കൂടുതലായിട്ട് ചില കാര്യങ്ങൾ കർക്കിടക മാസത്തിൽ അനുഷ്ഠിച്ച് നമ്മുടെ ഇപ്പോഴുള്ള ദുഃഖങ്ങളെല്ലാം മാറ്റി നമ്മുടെ ജീവിതം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപൂർണവും ആക്കണമെങ്കിൽ ഇനി പറയുന്ന ചില കാര്യങ്ങളെ കൃത്യമായി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അതാണ് പറയുന്നത്. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പഞ്ഞത്വം നിറഞ്ഞ മാസം എന്നാണ് പണ്ട് കരുതിയിരുന്നത്. കള്ളക്കർക്കിടകം, അസുഖങ്ങളുടെ കാലം, കർക്കിടക കുഴി എന്നൊക്കെ പറഞ്ഞ് ഈ കർക്കിടക മാസത്തെ ഒരുപാട് നെഗറ്റീവായിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് പിതൃക്കളുടെ ഒരു കാലഘട്ടം കൂടിയാണ്. മരണ ആസന്നരായിട്ടുള്ളവർ ഈ ഒരു കാലയളവിൽ ദേഹം വെടിയും എന്നൊക്കെ പണ്ടൊരു വിശ്വാസമുണ്ട്. എന്നാൽ കർക്കിടക മാസം തരണം ചെയ്ത് പോരുന്നവർക്ക് പിന്നീടുള്ള ഒരു വർഷ കാലയളവ് കുറച്ചുകൂടി ഉത്തമമായിരിക്കും എന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ ശാരീരിക ബലം കൂട്ടാനുള്ള ക്രിയകളും അതുപോലെ തന്നെ നമ്മുടെ തപോബലം, നമ്മുടെ മാനസികമായിട്ടുള്ള ഉണർവ്, നമ്മുടെ ദൈവികമായിട്ടുള്ള ഉയർച്ച ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാമായണ പാരായണം തന്നെയാണ്. കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഹൈന്ദവ വിശ്വാസികൾ വിരലിലെണ്ണാവുന്നവരാണ്. അവർക്കത് അറിയില്ലെങ്കിൽ ഇനി അതൊട്ട് അറിഞ്ഞിട്ട് വലിയ കാര്യമില്ല, അവർ വിശ്വാസികളൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായത് സന്ധ്യാസമയത്താണ്. എന്നാൽ രാവിലെ സമയത്ത് നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. കഴിയുന്നവരെല്ലാം തന്നെ ഒരു രാമായണ ഗ്രന്ഥം മേടിച്ച് രാമായണം പാരായണം ചെയ്ത് തുടങ്ങണം. ചിലപ്പം ഏതെങ്കിലും കാര്യത്താൽ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ മുടങ്ങിപ്പോയി എന്ന് വന്നേക്കാം. അത് പേടിച്ചിട്ട് രാമായണം വായിക്കാതിരിക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമില്ല. നമുക്ക് ഈശ്വര പുണ്യം, നമ്മളിലുള്ള കന്മഷങ്ങൾ, കലിദോഷങ്ങൾ എല്ലാം അകന്നു പോകുന്നതിനും നമ്മുടെ ജീവിതത്തിന് ഉണർച്ചകൾ കിട്ടുന്നതിനും ഇത് വളരെ നല്ലതാണ്. രണ്ടാമത്തെ കാര്യം ക്ഷേത്ര ദർശനം എന്നുള്ളതാണ്. ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ പരമമായിട്ട് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തണം. കർക്കിടക മാസം 1-ാം തീയതി ദർശനം നടത്തുന്നത് ഏറെ ഉത്തമമാണ്. പിന്നെ കഴിയുന്ന ഏതൊക്കെ ദിവസമാണ് ആ ദിവസങ്ങളിലെല്ലാം നമ്മൾ ദർശനം ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രധാനമായിട്ടും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ക്ഷേത്ര ദർശനം. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ കൃഷ്ണൻ ടെമ്പിൾ, തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രമൊക്കെ ദർശനം ചെയ്യുന്നത് ഏറെ നല്ലതാണ്. രാമക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പോയി തൊഴാവുന്നതാണ്. അത് മഹത്തരാണ്. മൂന്നാമത്തെ കാര്യം, നമുക്ക് രാമായണം പാരായണമൊന്നും ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ അറിഞ്ഞുകൂടാ, അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു സന്ദർഭം ഇല്ല എങ്കിൽ ഈ സമയത്ത് രാമായണ ഗീതികൾ കേൾക്കുന്നത് നല്ലതാണ്. നമുക്കിപ്പോൾ യൂട്യൂബിലായാലും റേഡിയോയിലായാലും എവിടെയായാലും നമുക്കിപ്പോൾ ഇങ്ങനെ രാമായണം പല മികച്ച പാരായണക്കാർ പാടിയിട്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ യൂട്യൂബ് വഴിക്കോ റേഡിയോ വഴിക്കോ എങ്ങനെയായാലും നിങ്ങൾ നിത്യേന രാമായണം കേൾക്കാനുള്ള ഒരു ശ്രമം നടത്തണം. ഒന്നുമില്ലെങ്കിൽ രാമ 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 എന്നുള്ള മന്ത്രം ജപിക്കണം. രാവിലെയും വൈകുന്നേരം നിലവിളക്ക് തെളിയിക്കാൻ ശ്രമിക്കണം. കഴിഞ്ഞില്ലെങ്കിൽ ഒരു നേരമെങ്കിലും നിലവിളക്ക് തെളിയിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി.
അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ റെക്കമെൻഡേഷൻ യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുക. അടുത്തതെന്ന് പറഞ്ഞാൽ കാക്കകൾക്ക് ചോറ് കൊടുക്കുക എന്നുള്ളതാണ്. കർക്കിടക മാസത്തിൽ കാക്കകൾക്ക് ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിതൃശാന്തികരമായിട്ടാണ് പറയുന്നത്. മാത്രമല്ല, ബാധക ഉപദ്രവങ്ങൾ ധാരാളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ ദോഷങ്ങളൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. പലരും വിചാരിക്കുന്ന കർക്കിടക ബാബു ബലിക്ക് മാത്രമാണ് ചോറ് നൽകേണ്ടത് എന്നുള്ളത്. അങ്ങനെയല്ല. നമ്മൾ കർക്കിടക മാസം പിറന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉച്ച സമയത്ത് ഒരു ഉരുള ചോറെങ്കിലും കാക്കയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളത്. പക്ഷേ കാക്കയ്ക്ക് ആ ചോറ് കൊടുക്കുമ്പോൾ ഒരിക്കലും അതിൽ നോൺ വെജ് കൂട്ടിക്കലർത്തി എച്ചിൽ ചോറായിട്ട് കൊടുക്കാതിരിക്കുക. വെറും ചോറ് ഉരുട്ടി പുറത്തേക്ക് കാക്കയുടെ സങ്കല്പത്തിലേക്ക് എറിഞ്ഞു കൊടുത്താലും മതിയാകും. കാക്കകൾ ആഹരിച്ചുകൊള്ളും എന്നാണ് പറയുന്നത്. ഇത് പിതൃക്കളുടെ അശാന്തി മൂലം ഉണ്ടാകുന്ന ദുരിതങ്ങൾക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ കർക്കിടക വാവ് ബലിയാണ്. കർക്കിടക മാസത്തിൽ നിർബന്ധമായും നമ്മൾ ആചരിക്കേണ്ട ഒന്നാണ് പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർക്കിടക വാവ് ബലി. അപ്പോൾ അത് നമ്മുടെ തൊട്ട് മുമ്പ് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് മാത്രമല്ല, ആ പിതൃക്കൾ, ആ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മമാണ്. അവരുടെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പുണ്യകരമായി മാറുന്നത്. നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളാകുന്നതിനെ അതിനെ ചേർത്ത് മാറ്റുന്നതിന് ഈ പിതൃക്കൾക്ക് വലിയ പങ്കുണ്ട്. നമുക്കൊരു അപകടങ്ങളോ മറ്റോ ഒക്കെ വരാനിരിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി കാണിച്ചു തരാനും ഇവരുടെ ഈ ചൈതന്യം കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കർക്കിടക വാവ് ബലിയിടാൻ മറന്നു പോകരുത്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാം, കർക്കിടക കഞ്ഞി കുടിക്കുക, ഉഴിച്ചിൽ പിഴിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ചില ഔഷധങ്ങൾ സേവിക്കുക തുടങ്ങിയവ നല്ലതാണ്. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പദ്ധതികൾക്കെല്ലാം കൂടുതൽ ബലം കിട്ടുമെന്നാണ്. ധന്വന്തരിമൂർത്തിയുടെ പ്രഭാവവും കൂടി ഈ സമയത്ത് വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രകാരമുള്ള ചികിത്സാ പദ്ധതികൾക്ക് വിധേയമാകുന്നത് നന്നായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക എന്നുള്ളതാണ്. കർക്കിടക മാസത്തിൽ എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യുന്നത് ഏറെ ഉത്തമമാണ്. വസ്ത്രം, പണം മുതലായവ അശരണായിട്ടുള്ള ആൾക്കാർക്ക് സമ്മാനിക്കുക നല്ലതാണ്. ഗുരുജനങ്ങൾക്ക് ദക്ഷിണ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണ്. അറിവ് പകർന്നു നൽകുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ മനസ്സാ ഗുരുവായിട്ട് ആചരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു തുക ദക്ഷിണയായിട്ട് സമ്മാനിക്കുക നമ്മുടെ ദോഷങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളുടെ എല്ലാം പരിഹാരമായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഗണപതി ഹോമവും ഭഗവതി സേവയുമാണ്. ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഗണപതി ഹോമമോ ഭഗവതി സേവയോ വീട്ടിൽ ചെയ്യുന്ന ഏറെ ഉത്തമമാണ്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പൂജാരിമാരുടെ മഠങ്ങളിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അത് ചെയ്യാം. അതിൻ്റെ ഭാഗഭാക്കാകാൻ ഏറ്റവും നല്ല ഒരു സമയമാണിത്. അടുത്തതെന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്ര ദർശനമാണ്. കർക്കിടക മാസത്തിൽ നിർബന്ധമായിട്ടും കുടുംബക്ഷേത്രം അറിയുന്നവർ കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി തൊഴുത് യഥാശക്തി വഴിപാടുകൾ ചെയ്യണം. അറിയാത്തവർ ഇഷ്ടദേവത സ്ഥാനത്ത് പോയിട്ട്, അതായത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ദേവത ക്ഷേത്രം കാണുമല്ലോ, ആ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിക്കുക, വഴിപാടുകൾ നടത്തുക എന്നുള്ളതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നാലമ്പല ദർശനം എന്നുള്ളതാണ്. നാലമ്പല ദർശനത്തിന് സാധ്യമായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ആ നാലമ്പല ദർശിച്ച് അതിൻ്റെ സായുജ്യം കൊള്ളാവുന്നതാണ്. കർക്കിടക മാസത്തിൽ ഇത് പുണ്യകരമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഉപവാസമാണ്. കർക്കിടക മാസത്തിൽ പ്രധാന ദിവസങ്ങളിലെല്ലാം ഉപവാസം എടുക്കുക എന്നുള്ളത് നല്ലതാണ്. പ്രത്യേകിച്ച് പ്രദോഷത്തിന്, ഏകാദശിക്ക് അങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം ഉപവാസം എടുക്കുന്നത് വളരെ പിതൃപ്രീതികരമാണ്, ഈശ്വരീയ പുണ്യം കിട്ടുന്നതുമാണ്. കർക്കിടക വാവ് ബലിയുടെ തലേദിവസം എന്തായാലും ഉപവാസം നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്. ആ ബലിയിടുന്നവർ മാത്രമല്ല, അല്ലാത്തവർക്കും ആ ദിവസം ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ്. അതിൻ്റെ പുണ്യം അതിലൂടെ സിദ്ധിക്കാവുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ തുളസി പൂജയാണ്. കർക്കിടക മാസത്തിലെ തുളസി പൂജ അതിവിശേഷമാണ്. തുളസി പൂജ എന്ന് പറഞ്ഞാൽ ഏകാദശി ദിവസം തുളസി ചെടിയുടെ ചുവട്ടിൽ ചാണകജലം ഒഴിച്ച് നന്നായിട്ട് തുളസിയെ വന്ദിച്ച് പ്രാർത്ഥിക്കുന്ന രീതിയാണ്. തുളസിക്ക് കർപ്പൂരാരതി ഒഴിയുന്നവരുണ്ട്. കർപ്പൂരാരതി ഒഴിയുമ്പോൾ കുറച്ച് നീക്കി, ഒരു സസ്യമാണ്, ജീവനുള്ളതാണ്, അതിൽ നിന്ന് നീക്കി ആരതി ഒഴിയണം. അല്ലെങ്കിൽ അതുമൂലം തുളസി ചെടിക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. തുളസി പൂജ വിശേഷമായിട്ടുള്ള പൂജയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സ് പറയുക. നമുക്ക് സൗകര്യം പോലെ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. സാമാന്യമായിട്ട് ചെയ്യുന്ന പൂജാവിധിയാണ്. തുളസി ചെടിയുടെ ചുവട്ടിലും ചെയ്യാം, നമ്മുടെ പൂജാമുറിയിലും വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർക്കിടക മാസത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെയാണ് ഇവിടെ പ്രതിപാദിച്ചത്. ഇതിൽ നിങ്ങൾ ചെയ്തു പോരുന്ന കാര്യങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മുതൽ ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്.
ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ, ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.